അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വെച്ച് പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടോ? കോമ്പൗണ്ട് വാൾ ഉണ്ടോ? ഇല്ലല്ലോ, കോമ്പൗണ്ട് വാളില്ല. ഐ ഡിഡ് ദിസ്, ഞാൻ ചെയ്തതാണ്. ഞാനത് അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. വാട്ട് എവർ ഐ ഡിഡ് ഐ വിൽ എഗ്രി. അതായത് ഇവിടെ ഇനിയിപ്പോൾ ഇത് പുതിയതായിട്ട് കെട്ടിയതാണെന്ന് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രൊവൈഡ് യു ഗൂഗിൾ എർത്ത് ഇമേജസ്. ഞാൻ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് 2016 മുതലൊക്കെ ഉള്ള കാണും. ആ സമയത്ത് ഇവിടെ ഇതേ കരിങ്കൽ കെട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കരിങ്കൽ കെട്ട് കുറച്ച് ഇടിഞ്ഞുപോയി, താഴെ വീണു, അപകടകരമായ നിലയിൽ നിൽക്കുകയാണ്. അപകടകരമായ നിലയിൽ നിൽക്കുമ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇത് റീഇൻഫോഴ്സ് ചെയ്തു എന്നുള്ളത് നമ്മൾ ചെയ്തതാണ്. അത് ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ, അല്ലെങ്കിൽ അത് വലിയ പാതകമാണോ എന്നുള്ള ജനം വിലയിരുത്തട്ടെ. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് ഇൻപുട്ട് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. വിജിലൻസിന് നമ്മളിനിപ്പോൾ മാത്യു കൊള്ളാൻ കയ്യേറി മതിൽ കെട്ടിയെന്ന് അവർ പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് റിപ്പോർട്ട് കാണട്ടെ, ഒരു ദിവസം പ്രതികരിക്കാൻ വേണ്ടി കാണട്ടെ എന്ന് പറഞ്ഞു. ബട്ട് റിപ്പോർട്ട് ഈസ് നോട്ട് അവൈലബിൾ വിത്ത് മീ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉണ്ടോ? ചിലപ്പോൾ റോഡിലായിരിക്കും കിടക്കണം. നമുക്ക് ആക്ച്വലി ആധാരത്തിലുള്ള സ്ഥലം ചിലപ്പോൾ റോഡിലായിരിക്കും കിടക്കണം. ഇതിങ്ങനെ ഇടിഞ്ഞു പോകുന്നതാണ്. ഇടിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഇത് വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ തേയിലയുടെ പഴക്കം ഉണ്ടല്ലോ, തേയിലയുടെ പഴക്കം ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ആ കുറ്റിയുടെ വലിപ്പം കണ്ട, ആ തേയില ചെടികളുടെ കുറ്റിക്ക് ആ വലിപ്പം വേണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് നോക്കിയറിയാം. അപ്പം ഇത് നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് ഇവിടെ നേരത്തെ മുതൽ കിടക്കുന്ന ഒരു പോർഷനിൽ ആ തേയിലയുടെ വേര് കണ്ടോ, ആ തേയിലയുടെ വേര് കാണുമ്പോൾ അറിയാം ഇത് എന്തുമാത്രം പഴക്കമുള്ളതാണ്. നമ്മളാരും വന്നിട്ട് ഇവിടെ ഞാൻ ഈ സ്ഥലം മേടിച്ചിട്ട് ഇപ്പോൾ 3-3.5 കൊല്ലം ആവുന്നുള്ളൂ. 3.5 കൊല്ലം കൊണ്ട് എന്താണെങ്കിലും കയ്യേറി വെച്ചാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ എർത്ത് പരിശോധിക്കാം, എത്ര വർഷം മുമ്പ് ഈ സ്ഥാനം നിലവിൽ ഇതേപടി ഉണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങേറ്റത്തെ ബൗണ്ടറിയും കൂടെ നോക്കിയിട്ട് ബൗണ്ടറി വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു വെർഷനായി നിങ്ങൾ പറയാം. ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത എന്ന് പറയണത് മാത്യു കുഴൽനാടൻ സ്ഥലം കയ്യേറി മതിൽ കെട്ടിയെന്നുള്ള. ഞാൻ ഇവിടുന്ന് ഞാൻ കാണിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ എഡ്ജിൽ ചെന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന താഴത്തേക്ക് കാണുന്ന ഈ സ്ഥലം കണ്ടോ, അതങ്ങനെ പോയി റൈറ്റ് തിരിഞ്ഞ് ആ റോഡിൻ്റെ ആ സൈഡാണ് ഇതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എവിടെയെങ്കിലും മതിലുകെട്ടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു മതിലുകെട്ടോ ഒരു അതിർത്തിയോ കാണുന്നുണ്ടോ? ഇത് കാണില്ല. ഞാൻ പറയുന്ന പോയിന്റ്, ഈ സ്ഥലത്തിനുള്ളത് നാച്ചുറൽ ബൗണ്ടറിയാണ്. നാച്ചുറൽ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വെജിറ്റേഷൻ, ഇപ്പോൾ ഈ തേയില ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് വെച്ചുപോയ തേയിലകളാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറം ഇതെവിടെ നിങ്ങൾക്ക് തേയില കാണാം, ഇവിടെ നിങ്ങൾക്ക് തേയില കാണാം. ഞാൻ ചോദിച്ചതനുസരിച്ച് 14 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ സൈഡിൽ മതിലില്ല എന്നുള്ളത് അക്സെപ്റ്റബിൾ ആണല്ലോ. ഈ സൈഡിൽ മതിലില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ ബൗണ്ടറി എന്ന് പറഞ്ഞത്. ഇങ്ങനെ കടന്നിട്ട് താഴത്തേക്ക് പോകുന്നു. ഇനി നമ്മുടെ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന പോർഷൻ അങ്ങേ സൈഡാണ്. ഞാൻ ഇന്ന് നിങ്ങൾ പത്രക്കാരെ, മാധ്യമങ്ങളെ ഇവിടെ തന്നെ കാണാമെന്ന് പറയാൻ കാരണം, ഇതിൻ്റെ ഒരു യഥാർത്ഥ നിജസ്ഥിതി നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടണം, ജനങ്ങളും ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ റിപ്പോർട്ടുകൾ ഇല്ല, നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം വന്ന വാർത്തകൾ അനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇപ്പം ഞാൻ നടത്തുന്നത്. 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്നൊരു വെർഷൻ സ്വാഭാവികമായിട്ടും സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയൊരു വെർഷൻ എന്നല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ല, അത് പറയാം. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് കാണിച്ചു തന്നിട്ടെന്നാണ്, നമുക്കത് സാധനം പോകണല്ലോ. ഇനി അവരെ എൻ്റെ ഞാൻ ധരിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. ഇല്ലില്ല, നമ്മളാരും കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ റോഡിന്റെ ഇപ്പുറമുള്ള സ്ഥലമാണോ അവർ പറഞ്ഞാണേ? അങ്ങനെയാണോ? ഈ റോഡിന്റെ ഇപ്പുറമുള്ള സ്ഥലം എനിക്കില്ല. എനിക്ക് ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലമുള്ളൂ. റോഡിന്റെ അപ്പുറത്തുള്ളത് ഞാൻ കാണിച്ചു തന്നല്ല. നമ്മുടെ കൈവശത്തിലുള്ള ലാൻഡ്, ഇനിയിപ്പോൾ ആ ബോർഡ് വെച്ചേക്കണോണ്ട് ഇനി അത് നമ്മുടെ ധരിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ.
അങ്ങനെയാണ് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും. എന്നോട് അവർ എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. അപ്പം അവരെന്നോട് ചോദിച്ചു അധിക ഭൂമി കയ്യിലുള്ള അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അളന്നു നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ ഈ സാധനം വാങ്ങിയ ശേഷം ഇതുവരെ ഈ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. അത് ഞാൻ ബാക്കി തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഭാഗം ക്ലിയർ ആയോ?